അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് വടിയൊക്കെ ഊന്നിയാണെങ്കിലും ദർശനത്തിന് വരുവായിരുന്നു. വടിയൊന്നുമില്ല. ഓ, ഇവൻ പറയുന്ന നോക്കണ്ട, ഇവനിപ്പോ ഇങ്ങനെ സേതുവിന്റെ മരണത്തിന് ശേഷം ഇവന്റെ സമനില ആകെ തകർന്നിരിക്കുക. നിത്യപൂജകൾക്കായിട്ട് അച്ഛൻ ക്ഷേത്രത്തിന്റെ നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത്. ആരോഗ്യത്തിന് ഒരു കുറവില്ല. കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം, മരുന്ന് ഇതെല്ലാം കറക്റ്റാ. ആരോഗ്യം നല്ല ഈ സത്യസന്ധത ബാക്കില് ഒരിക്കലും ഇല്ല. ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട്. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിൽ ഇരിക്കട്ടെ. മുറിവുണ്ട്, മൂക്കിനൊരു മുറിവുണ്ട്. അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത്, മുറിവല്ല. അത് എന്തോ ഈ ഒരിക്കലും ഇല്ല. ഭഗവാന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല. കള്ളം പറയല്ലേ? കള്ളു പിന്നെ മുഴുവനും സത്യമോ? മുഴുവനും സത്യമല്ല, എന്നാലും മുക്കാലും സത്യമാ. ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന, ഉയിര് തരുന്ന ഭഗവാനാണ്. ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭഗവാൻ ഇതിനു മുമ്പ് ഞങ്ങളെ ചേട്ടാ നമ്പർ മറക്കണ്ട, ഞങ്ങളും തന്നതേ ചോറ് തന്നെയാ.